2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ വമ്പന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ. 21 റൺസിനാണ് അഫ്ഗാനിസ്ഥാന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുത്തു. 60 റൺസ് എടുത്ത ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസും 51 റൺസ് എടുത്ത ഇബ്രാഹിം സർദ്രാന്റെയും അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് അഫ്ഗാൻ ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. അഫ്ഗാൻ നിരയിൽ മറ്റാർക്കും തിളങ്ങാനായില്ല. ഓസ്ട്രേലിയയ്ക്കായി പാറ്റ് കമിൻസ് ഹാട്രിക് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. ആദം സാംബെ 2ഉം മാർക്കസ് സ്റ്റോയിനിസ് 1 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ റൺ പിറക്കും മുമ്പേ ഓപ്പണർ ട്രാവിസ് ഹെഡിനെ വീഴ്ത്തി അഫ്ഗാൻ ആദ്യ അടി നൽകി. 12 റൺസ് എടുത്ത ക്യാപ്റ്റൻ മിച്ചൽ മാർഷും 3 റൺസ് എടുത്ത ഡേവിഡ് വാർണറും വേഗം തന്നെ പുറത്തായി. പിന്നീട് ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ഇന്നിംഗ്സ് ഓസ്ട്രേലിയയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 41 പന്തിൽ 51 റൺസ് എടുത്താണ് മാക്സ്വെൽ മടങ്ങിയത്. 10 ഓവറിൽ 71 റൺസിന് 3 വിക്കറ്റ് എന്ന ഭേദപ്പെട്ട നിലയിൽ നിൽക്കെ പിന്നീട് ഓസീസ് വിക്കറ്റുകൾ ഒന്നൊന്നായി വീണു. 11 റൺസോടെ മാർക്കസ് സ്റ്റോയിനിസും 2 റൺസോടെ ടിം ഡേവിഡും 5 റൺസ് എടുത്ത മാത്യു വേഡും വേഗം പുറത്തായി. പാറ്റ് കമിൻസ് 3 റൺസും ആസ്റ്റൺ ആഗർ 2 റൺസ് എടുത്തും മടങ്ങി. അവസാന ഓവറിൽ 1 വിക്കറ്റ് മാത്രം ശേഷിക്കെ 24 റൺസായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് ജയിക്കാൻ വേണ്ടത്. രണ്ടാം പന്തിൽ 9 റൺസ് എടുത്ത ആദം സാംബയെ ഉമർ സായിയുടെ പന്തിൽ മുഹമ്മദ് നബിക്ക് ക്യാച്ച് നൽകി മടങ്ങിയതോടെ അഫ്ഗാൻ കാത്തിരുന്ന ജയം പൂർത്തിയാക്കി. ഗുലാബ്ദീൻ നയിബ് 4 വിക്കറ്റും നവീനുൽ ഹക്ക് 3 വിക്കറ്റും റാഷിദ് ഖാൻ, ഉമർ സായി, മുഹമ്മദ് നബി എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. നാളെ ഇന്ത്യയുമായാണ് ഓസ്ട്രേലിയയുടെ സൂപ്പർ 8 അവസാന മത്സരം. സെമിയിലെത്താൻ ഓസ്ട്രേലിയയ്ക്ക് വിജയം അനിവാര്യമാണ്. ഒപ്പം അഫ്ഗാൻ ബംഗ്ലാദേശിനോട് തോൽക്കുകയും വേണം. ഇത് രണ്ടും സംഭവിച്ചാലും ഇന്ത്യയുടെയും അഫ്ഗാന്റെയും റൺ റേറ്റ് മറികടക്കുകയും വേണം. സൂപ്പർ 8 തങ്ങളുടെ അവസാന മത്സരത്തിൽ അഫ്ഗാൻ ചൊവ്വാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.